റിലീസുകളുടെ വിജയം എന്ന ട്രെൻഡ് അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് എസ് രാജമൗലിയും അദ്ദേഹത്തിന്റെ ബാഹുബലി ടീമും. ബാഹുബലി എന്ന ചിത്രം വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ലെങ്കിലും വീണ്ടും ആ ചിത്രമുണ്ടാക്കിയ ഓളം പുതിയ വിജയപാതകൾ തുറക്കുമെന്ന് അതിന്റെ പിന്നണി പ്രവർത്തകർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബാഹുബലിയെ വീണ്ടും വെള്ളിത്തിരയിൽ എത്തിക്കാനുള്ള രാജമൗലിയുടെ ഈ മോഹവും ന്യായമാകുന്നത്. അങ്ങനെ വീണ്ടും എത്തുകയാണ് ബാഹുബലി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുമ്പിലേക്കാണ് ബാഹുബലി എത്തുന്നത്. ബാഹുബലി എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരു വികാരം തന്നെയാണ് സിനിമ പ്രേമികൾക്ക്. അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിൽ തന്നെ ആഗോളതലത്തിൽ 3 കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ് ബാഹുബലി. ലോകമെമ്പാടും റെക്കോർഡ് സൃഷ്ടിച്ച ബാഹുബലി റീ റിലീസ് റെക്കോർഡും സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. എസ് രാജമൗലിയുടെ പ്രഭാസ് നായകനായ ബാഹുബലിയുടെ 2 ഭാഗങ്ങളും സംയോജിപ്പിച്ചാണ് ഇത്തവണത്തെ വരവ്. ബാഹുബലി ദി എപ്പിക് എന്ന ഒറ്റ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്ടോബർ 25-ന് ഹൈദരാബാദിൽ ആരംഭിച്ചിരുന്നു. ടിക്കറ്റ് ഉടൻ തന്നെ ബുക്ക് മൈ ഷോയിൽ വിറ്റഴിക്കപ്പെടുകയായിരുന്നു. ഓരോ മണിക്കൂറിലും ചിത്രം 5000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കുന്നുണ്ട്. ഇതിനകം തന്നെ ചിത്രം ഇന്ത്യയിൽ ഏകദേശം 2 കോടിയും ലോകമെമ്പാടും ഏകദേശം 4 കോടിയും അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടി. റിലീസായി ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ബാഹുബലി എന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ ഈ തെളിവുകൾ തന്നെ ധാരാളം. നോർത്ത് അമേരിക്കയിൽ ഏകദേശം $2 ലക്ഷം കളക്ഷൻ പിന്നിട്ടിരിക്കുന്നു. റീ റിലീസുകളുടെ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന തന്നെയാണിത്. ഒക്ടോബർ 31-ന് രാജ്യവ്യാപകമായി റിലീസ് ചെയ്യുന്നതോടെ ബാഹുബലി ദി എപ്പിക് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു നാഴികക്കല്ലാണ് ബാഹുബലി. പ്രഭാസിന് പുറമെ റാണ ദഗ്ഗുപതി, തമന്ന ഭാട്ടിയ, അനുഷ്ക ഷെട്ടി, രമ്യ കൃഷ്ണൻ, സത്യരാജ്, നാസർ എന്നിവരുൾപ്പെടെയുള്ള വൻ താരനിരയായിരുന്നു ബാഹുബലി എന്ന ചിത്രത്തിനു വേണ്ടി അണിനിരന്നത്. അതിൽ ഓരോരുത്തരുടെയും കഥാപാത്രം ഒന്നിനൊന്ന് മികച്ചതുമായിരുന്നു. മഹിഷ്മതി രാജ്യത്തിന്റെയും ബാഹുബലിയുടെയും കഥ ഒറ്റ സിനിമയായി ബിഗ് സ്ക്രീനിൽ കാണാൻ പോകുന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകരും. ഇനിയും എന്തൊക്കെ റെക്കോർഡുകൾ ബാഹുബലി വാരിക്കൂട്ടുമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ആരാധകർ.